الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. بسم الله الرحمن الرحيم. وظنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. വിശുദ്ധ ഖുർആനിലെ പ്രവാചക പ്രകീർത്തനങ്ങളെ കുറിച്ചാണ്, പ്രവാചക ചരിത്രങ്ങളെ കുറിച്ചാണ്, പ്രവാചക മഹത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഖുർആനിൽ പ്രവാചകന്മാരുടെ പേരുകളിൽ അറിയപ്പെടുന്ന 6 സൂറത്തുകളുണ്ട്. പ്രവാചകന്മാരുടെ പേരിൽ തന്നെയുള്ള 6 സൂറത്തുകൾ. അതിൽ സൂറത്തു യൂനുസ് അധ്യായം 10, 114 അധ്യായങ്ങളിൽ 10ാമത്തെ അധ്യായം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരുള്ള സൂറത്ത് യൂനുസ്. 11ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ് നബിയുടെ പേരിലുള്ള സൂറത്താണ്. 12ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫ്, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലുള്ള സൂറത്താണ്. 10, 11, 12 പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്താണ്. ഇനി 14ാമത്തെ സൂറത്ത് ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലുള്ള സൂറത്ത്. പിന്നെ അത് കഴിഞ്ഞ് 47ാമത്തെ അധ്യായം. ആ 47ാമത്തെ അധ്യായം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സൂറത്താണ്, സൂറത്ത് മുഹമ്മദ്. പിന്നെ അത് കഴിഞ്ഞ് 71ാമത്തെ അധ്യായം, അത് സൂറത്ത് നൂഹ്, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലുള്ള സൂറത്താണ്. ഇങ്ങനെ 6 പ്രവാചകന്മാരുടെ പേരിൽ തന്നെ സൂറത്തുകൾ ഖുർആനിലുണ്ട്. തന്നെയുമല്ല 21ാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ അംബിയാ. അപ്പോ പ്രവാചകന്മാരുടെ പേരിൽ സൂറത്ത്, പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ. എന്തിനാണ് ഈ ചരിത്രമൊക്കെ, ഈ ഒരു പ്രാധാന്യപൂർവം ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൽ വിശ്വാസ സമൂഹത്തിന് പാഠങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ മാതൃകകൾ പിൻപറ്റുക എന്നുള്ളതാണ്. ഈ സൂറയുടെ പേരിലുള്ള പ്രവാചകന്മാരുടെ വിശദമായ കഥകൾ പറയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1ാമത്തെ അധ്യായമായ സൂറത്ത് യൂനുസിൽ 10ാമത്തെ അധ്യായമായ പ്രവാചകന്മാരുടെ പേരുണ്ട് വരുമ്പോൾ 1ാമത്തെ സൂറത്ത്, പ്രവാചകന്മാരുടെ പേര് കൊണ്ട് തുടങ്ങുന്ന 1ാമത്തെ സൂറത്തായ സൂറത്ത് യൂനുസിൽ, അഥവാ ഖുർആനിലെ 10ാമത്തെ അധ്യായമായ സൂറത്ത് യൂനുസില് ഒറ്റ വചനം മാത്രമാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്. ഒരേ ഒരു വചനം, അത് യൂനുസിലെ 98ാമത്തെ വചനമാണ്. ആ വചനത്തിൽ എന്താണ് പറയുന്നത്? ഒറ്റ വചനമാണ്. സൂറത്ത് യൂനുസ് എന്ന ആ വലിയ ഒരു സൂറത്തില് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു വചനം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി സൂറത്തുൽ അംബിയായിലുണ്ട്, സൂറത്ത് സ്വാഫാത്തിലുണ്ട്. അങ്ങനെ 4 സ്ഥലങ്ങളിലായി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്നുണ്ട്. സൂറത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഒരു ബ്രീഫാണ്, അഥവാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ ഒരു ആകത്തുക മാത്രമാണ് ഇത് പറയുന്നത്. ഫലൗലാ കാനത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ് കശഫ്നാ അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയാ വമത്തഅനാഹും.
എന്നർത്ഥം ഫലൗല കാനത്ത് ഖറിയത്തുൻ ആമനത്ത്, എല്ലാ നാടുകളും എല്ലാ രാജ്യവും എല്ലാ രാജ്യക്കാരും ആ രാജ്യത്തിലേക്ക് ആ നാട്ടിലേക്ക് പ്രവാചകന്മാർ വരുന്ന സന്ദർഭത്തില് അവർ ആ കാര്യത്തെ നിഷേധിച്ച് തള്ളുക, അവിശ്വസിക്കുക എന്നുള്ളതായിരുന്നു സ്വഭാവം. ഏതെങ്കിലും ഒരു രാജ്യം വിശ്വാസം സ്വീകരിക്കാത്തത് എന്താണ്? ആ ഈമാൻ ആ നാട്ടുകാർക്ക് പ്രയോജനപ്പെടാത്തത് എന്താണ്? പൊതുവിൽ പ്രവാചകന്മാർ വരുമ്പോൾ ആ ജനത പ്രവാചകന്മാരെ പിന്തള്ളുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ നാട്ടുകാരുടെയും രാജ്യക്കാരുടെയും സ്വഭാവം. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അങ്ങനെയായിരുന്നില്ല. എല്ലാ ജനതയും പ്രവാചകന്മാരെ ആട്ടി ഓടിച്ച് അവിശ്വസിച്ചു കൊണ്ടുള്ള ഒരു സ്വഭാവമായിരുന്നുവെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത വളരെ നല്ല ജനതയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അവരെ ബാധിച്ചേക്കാവുന്ന അതികഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരു നിശ്ചിത കാലം വരെ അവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരവും നാം ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഇതാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ചെറിയൊരു സൂചന. എന്താണ് ഈ സംഭവത്തിന്റെ പൊരുള്? കടലിന്റെ അടിത്തട്ടിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട യൂനുസ് നബി അള്ളാഹുവോടുള്ള പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് സംഭവം. 3 രാത്രികളിലാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മത്സ്യവയറ്റിൽ കഴിഞ്ഞത്. മത്സ്യവയറ്റിൽ അകപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. വദന്നൂൻ ഇദ്ദഹബ മുഗാളിബാ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തിന്റെ സംഭവം നിങ്ങൾ ഓർക്കണേ. ഇദ്ദഹബ മുഗാളിബാ, അദ്ദേഹം കുപിതനായി നാട് വിട്ടു പോയ ഒരു സന്ദർഭം. ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹം കരുതിയത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അല്ലാഹു ചെയ്യുകയില്ല എന്നാണ്. പക്ഷെ അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം മത്സ്യവയറ്റിൽ പെടുന്നത്. മത്സ്യവയറ്റിൽപ്പെട്ട അദ്ദേഹം ആ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചവനെ, ഞാൻ അക്രമം ചെയ്തു പോയി, അതുകൊണ്ട് എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. അതാണ് സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതും ഒരു സൂചന മാത്രമാണ്. അപ്പൊ സൂറത്തുൽ അംബിയയിലുള്ള ഈ വചനവും അതുപോലെ യൂനുസിലുള്ള 10-ാമത്തെ വചനവും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ്. സൂറത്തുൽ അംബിയയുടെ ഒരു സ്വഭാവം അതായിരുന്നു. ഇനി ഇതിന്റെ ഒരു കൃത്യമായ ഒരു വിശദീകരണം അടുത്ത സാഫാത്ത്, എന്തായാലും അദ്ദേഹം ചെയ്ത് തെറ്റി, ഏതായിരുന്നു നാട്ടുകാരെന്നൊക്കെ അടുത്ത സൂറത്ത് സാഫാത്തിലാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആ പ്രവാചകന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.